എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തപ്പഴം വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടും നല്ല ക്രിസ്പി ആയിട്ടും തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിൽ നിത്യവും തയ്യാറാക്കാറുള്ള ഒന്നാണ് പഴംപൊരി. ഈ ഒരു പഴംപൊരി നമുക്ക് ഇതേ രീതിയിലാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കാനും സാധിക്കുന്നത്. ഇതുവരെയും ഇതുപോലൊരു ചായക്കടി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാൻ മറക്കല്ലേട്ടോ കൂട്ടുകാരെ. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്കുടൻ തന്നെ നമ്മുടെ ക്രിസ്പി പഴംപൊരി തയ്യാറാക്കാൻ തുടങ്ങാം. ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു ക്രിസ്പി സ്നാക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴത്തിന്റെ തോലൊന്നെടുത്ത് മാറ്റിയിട്ട് വരാം. തോല് കളഞ്ഞെടുത്ത പഴത്തിന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. പഴംപൊരിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നതിനേക്കാളും തിന്നായിട്ട് വേണം നമുക്ക് ഈ പഴം കട്ട് ചെയ്തെടുക്കാനായിട്ടും. അല്പം ചെറുതായിട്ടാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതും. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പഴം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പഴത്തിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം പഴം കോട്ട് ചെയ്തെടുക്കുന്നതിനായിട്ട് 1/2 കപ്പ് അളവിൽ മൈദ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മൈദപ്പൊടി മാറ്റിയതിന് ശേഷം ഓരോ പഴവും മൈദപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കണം. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പഴമെല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ എല്ലാ പഴവും ഇതേ രീതിയിൽ ഒന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 1/2 കപ്പ് പൊടിയിൽ നിന്നും ഇത്രയും പൊടി ബാക്കിയും വന്നിട്ടുണ്ട്. ഈ ഒരു പൊടി നമുക്ക് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോട്ട് ചെയ്ത പഴത്തിനെ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്ത് വെക്കാം. ഇതിലേക്ക് ഒരു കോഴിമുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു നുള്ളു ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും 1 സ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂട്ടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഈ ബാറ്ററിനെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്കായിട്ട് 1/2 കപ്പ് അളവിൽ ഫ്രൈ ചെയ്ത സേമിയ കൂടി വേണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട മിക്സിൽ ഓരോ പഴവും എടുത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഫ്രൈഡ് സേമിയയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് കൂടി എടുക്കാം. ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനും വേണ്ടിയിട്ട് സേമിയ എടുക്കുമ്പോൾ ഇതുപോലെ തിന്നായിട്ടുള്ള സേമിയ വേണം എടുക്കാനായിട്ടും. ആദ്യ പഴം ഈ ഒരു രീതിയിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പഴവും ഒന്ന് പൊതിഞ്ഞെടുക്കാം. അങ്ങനെ എല്ലാ പഴവും ഞാനിവിടെ പൊതിഞ്ഞു മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഈ പഴം പൊതിഞ്ഞെടുക്കാനായിട്ട് ഇതുപോലുള്ള 1/2 കപ്പ് അളവാണ് സേമിയ ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഴം പൊരിച്ചു തുടങ്ങാം. പഴം പൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് എണ്ണ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഓരോ പഴവും ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ പഴവും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ സേമിയ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ഒരു വശം ഒന്ന് മുരിഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് മറുവശവും കൂടെ മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ക്രിസ്പി പഴംപൊരി ചെറിയ തീയിൽ വെച്ച് കൊടുത്താണ് മുരിയിച്ചെടുക്കേണ്ടതും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ പഴംപൊരിയുടെ 2 വശവും ഒന്ന് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഗോൾഡൻ കളറിലേക്ക് പഴംപൊരി ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും ഈ ഒരു സ്നാക്കിനെടുത്ത് മാറ്റാവുന്നതാണ്. നമ്മുടെ ക്രിസ്പി പഴംപൊരി ഒരു തരി പോലും കരയാതെയും ഒട്ടിപ്പിടിക്കാതെയും ഒക്കെ തന്നെയാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞു വന്ന പഴംപൊരി എണ്ണയിൽ നിന്നും കോരി മാറ്റുവാണ്. അങ്ങനെ ആദ്യം ഫ്രൈ ചെയ്യാൻ ഇട്ട് കൊടുത്ത ക്രിസ്പി സ്നാക്ക് എല്ലാം ഇവിടെ കോരി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം അടുത്തത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമതും നമ്മുടെ ക്രിസ്പി സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. രണ്ടാമതും ഫ്രൈ ചെയ്തെടുത്ത ബനാന ഫ്രൈ ഇതുപോലെ ഒന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിലാണ് കേട്ടോ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നത്. 4 മണിക്കൂർ കട്ടൻ ചായക്കൊപ്പം എന്തുണ്ടാക്കി കഴിക്കണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ. തുടർന്നുള്ള വീഡിയോസ് ഒക്കെ കാണുന്നതിനായിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോഴാണ് നമ്മുടെ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.